സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് ഈ തട്ടുകടയിൽ നിന്നാണ് ഫുഡ് അടിക്കുന്നത്. കേരളത്തിലെ അനേകം തട്ടുകടകളിൽ ഇതൊരെണ്ണം മാത്രം. 5 സ്റ്റാർ തട്ടുകട, അങ്ങനെയാണ് ഈ തട്ടുകടയുടെ പേര്. നിങ്ങൾ ഈ ചില്ലുംകൂട്ടി കണ്ടില്ലേ? ചിക്കൻ ഫ്രൈ, ബീഫ്, അതേപോലെ തന്നെ മീന് എന്ന് വേണ്ട എല്ലാം ഉണ്ട്. നമ്മുടെ കുബാ ബേക്കറിൻ്റെ അടുത്തായിട്ടാണ്. ഒബ്രോമാളുടെയൊക്കെ സൈഡിൽ, അതായത് കറക്റ്റ് പറഞ്ഞാൽ മരോട്ടിച്ചോട് ആ ഭാഗത്താണ് ഈ ഒരു കട. ഇല്ലേ, ചിക്കൻ ഫ്രൈ നല്ല മൊരിയായിട്ട് ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നത്. ചിക്കൻ ഫ്രൈ, ബീഫ്, പോട്ടി അടക്കം എല്ലാം ഉണ്ട്. നല്ല തിരക്കുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് ഇവിടെ നിന്ന് അടിക്കാം ഫുഡ്. പൊറോട്ടയൊക്കെ എല്ലാം ചുടാവുന്നുണ്ട്. സോ പോട്ടിക്കറി ഇവിടെ ചൂടായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഗൈസ്. പോട്ടിക്കറി ഉണ്ട്, പിന്നെ പുട്ട്, അങ്ങനെ എല്ലാം ഉണ്ട് തട്ടുകടയിൽ. നമുക്ക് വേണ്ട എന്ത് ഫുഡാണെങ്കിലും ഉണ്ട്, എല്ലാം ഇവിടെ കഴിക്കുന്നുണ്ട് ആൾക്കാർ. പോട്ടിക്കറി 3 പൊറോട്ട അല്ലെങ്കിൽ 2 പൊറോട്ട മതി. എന്നിട്ട് പിന്നെ പറയാലോ. 2 പൊറോട്ട, മീൻകറി, 3 ദോശ. നമുക്ക് ഈ കഷ്ണം പതുക്കെ എടുത്ത് കഴിക്കാം. നല്ല ചൂടുണ്ട് കയ്യിൽ. ഇതൊന്ന് വള്ളി പോലെ ഉണ്ട് പൂട്ടി. ഞാൻ പൂട്ടിയൊന്നും ഞാൻ കഴിക്കാറില്ല, അതുകൊണ്ട് അത്ര അറിയില്ല. കഴിച്ചു നോക്കാം. സ്മൂത്ത്, കൊള്ളാം. നല്ല പൊട്ടിക്കറി കഴിച്ചു, നല്ല സോഫ്റ്റ്. കൊള്ളാന്ന് പറഞ്ഞ കഴിച്ച് ഞാൻ ഈ പോട്ടി വളരെ കുറച്ച് കഴിക്കാറുള്ളൂ. എനിക്ക് അത്ര ഫേവറേറ്റ് അല്ല പോട്ടി, പക്ഷെ കൊള്ളാം. ഒരു കഷ്ണവും കൂടി നമുക്ക് എടുക്കാം. ആ പൊറോട്ടയും കൂട്ടി. അതിൻ്റെ ദൃശ്യഭംഗി കണ്ടില്ലേ ഗൈസ്? ഈ ഒരു പോട്ടിയും പൊറോട്ടയും അണ്ണാക്കിലേക്ക് ഇടാം. ഗ്രേവി കൊള്ളാം, പോട്ടിയും കൊള്ളാം. പക്ഷെ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട എരിവ് ഭയങ്കര കുറവാണ്. എരിവ് അധികമില്ല, അത് കൊള്ളാം. എരിവ് കുറവാണ്. കുറച്ചും കൂടി നമുക്ക് പൂട്ടിയെടുക്കാം വിത്ത് പൊറോട്ട. പക്ഷേ ഇതിൻ്റെ ക്വാണ്ടിറ്റി കുറവാണ് കേട്ടോ സുഹൃത്തുക്കളെ. ക്വാണ്ടിറ്റി കുറവാണ്. മാത്രമല്ല ഇത് പൂട്ടി ഫ്രൈ ആണ്, ഗ്രേവി സെപ്പറേറ്റ് ആണ്. അപ്പോൾ എനിക്കെല്ലാം കൂടി മിക്സ് ആവുന്നു. പൂട്ടി വേറെ, ഗ്രേവി വേറെ, അതാണ് സംഭവം. എന്നാലും കൊള്ളാം. ഒരു തട്ടുകട സ്റ്റാൻഡേർഡ് വൈസ് നോക്കണമെങ്കിൽ ടേസ്റ്റ് ഉണ്ട്. നമുക്കിതൊരു 5 സ്റ്റാർ ഡിഷായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അതായത് വലിയ ഹോട്ടലുകളിൽ ആ ഒരു ടേസ്റ്റായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അതിൽ വ്യത്യാസമുണ്ട്, കാര്യമായിട്ടുണ്ട്, വ്യത്യാസമുണ്ട്. പോട്ടി ഫ്രൈഡ് എണ്ണയിൽ കുളിച്ച് കിടക്കുന്ന പൊറോട്ട നമുക്ക് കുറച്ചും കൂടി എടുക്കാം. പിന്നെയും പോട്ടി എടുക്കാം. ഗൈസ്, ആക്ച്വലി തീർന്നു കേട്ടോ പോട്ടിക്കറി. പോട്ടി ഫ്രൈ ആണ് ഞാൻ ഓർഡർ ചെയ്തേക്കുന്നത്, നിങ്ങൾക്ക് അറിയാമല്ലോ കണ്ണമ്പ്. അപ്പോൾ പോട്ടി ഫ്രൈ കുറവാണ്. 50 രൂപയാണ് ശരിക്കും പോട്ടി ഫ്രൈക്ക്. ആ ഒരു 50 രൂപ ഉള്ളതുണ്ട് പോട്ടി ഫ്രൈ. 2 പൊറോട്ടയാണ് ഞാൻ ഇതാക്കിയത്. ഞാൻ എൻ്റെ വയറ് ശരിക്കും നിറഞ്ഞടേ, സത്യം പറയാമല്ലോ. 2 പൊറോട്ടയിൽ തന്നെ ഏകദേശമൊക്കെ ഫില്ലാവുന്നുണ്ട്. പോട്ടിയുടെ കഷ്ണം കണ്ടോ നിങ്ങൾ? അത്യാവശ്യം നല്ലൊരു പോട്ടി ഫ്രൈ ആണ്. പക്ഷേ ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇത് വയറ്റിന് പിടിക്കത്തില്ല. വേറൊന്നും കൊണ്ടല്ല, ഞാൻ ഇതിന് മുമ്പ് ഒരു പ്രാവശ്യം ഞാൻ നമ്മുടെ സൗത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് പോട്ടി ഫ്രൈ കഴിച്ചായിരുന്നു. അപ്പോൾ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ പറ്റിയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. സൗത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ. അപ്പോൾ നമ്മുടെ പോട്ടിക്കറിയും കഴിഞ്ഞ്, ഗ്രേവിയും കഴിഞ്ഞ്, എൻ്റെ പൊറോട്ടയും കഴിഞ്ഞ്, മൊത്തത്തിൽ ക്ലീനായി, ഫുൾ സാഫ് ക്ലീൻ എല്ലാം കഴിഞ്ഞു ഗൈസ്, കത്തം. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിലേക്ക് കാണാം ഗൈസ്. നമുക്ക് അടുത്ത ഏതെങ്കിലും ഒരു നല്ല ഫുഡ് സ്ഥലങ്ങൾ നോക്കി ഇറങ്ങാം.